Hi all, welcome back. Algorithmic Thinking with Python പാർട്ട് 3യിലേക്ക് സ്വാഗതം. പാർട്ട് 2ൽ നമ്മൾ 4 പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ തന്നെ താൻ ഓരോ സ്ട്രാറ്റജിക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഫ്രെയിം ചെയ്യണം. ഓരോ സ്ട്രാറ്റജിയുടെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതണമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങളത് ചെയ്തുവെന്ന് കരുതുന്നു. എങ്കിലും നിങ്ങളുടെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് അതേ വീഡിയോയുടെ പിൻഡ് കമൻ്റായിട്ട് ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. ഡെഫിനിഷനും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഓരോ സ്ട്രാറ്റജിയുടെ. അത് നോക്കിയിട്ടില്ലെങ്കിൽ അതൊന്ന് നോക്കുക. ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ സ്ട്രാറ്റജീസ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം നമുക്കൊരു പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ ആ പ്രോബ്ലത്തിന് ഇതിലേത് സ്ട്രാറ്റജിയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പഠിച്ച ആ 4 സ്ട്രാറ്റജീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുള്ളൂ. പക്ഷേ അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ഒരുപക്ഷെ പലരും വിചാരിക്കുന്നുണ്ടാവും, ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, കോഡിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ലല്ലോ എന്ന്. ഡോണ്ട് വറി, നമ്മൾ ഉടൻ തന്നെ കോഡിംഗ് തുടങ്ങുന്നതായിരിക്കും. പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കോഡിങ്ങിലേക്ക് പോവാം. ഈ തന്നിരിക്കുന്ന പ്രോബ്ലം നോക്കിയേ. നിങ്ങൾക്കൊരു വൈഫൈ കണക്ഷൻ ഉണ്ട്. Somehow between it got disconnected. പാസ്വേഡ് സേവ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾ വൈഫൈയുടെ പാസ്വേഡ് മറന്നുപോയി. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എന്തോ ജോലി ചെയ്യാനുണ്ട്, ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ സാധാരണ ഉപയോഗിക്കാറുള്ള പാസ്വേഡുകളൊക്കെ ട്രൈ ചെയ്യും അല്ലേ? ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേര് അലക്സ് എന്നാണെങ്കിൽ മേ ബി അലക്സ് 1 2 3 അല്ലെങ്കിൽ അലക്സ് നിങ്ങൾ ജനിച്ച വർഷമോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലപ്പേരുമായിട്ട് ചേർന്നോ സാധാരണ നിങ്ങൾ കൊടുക്കാറുള്ള 2 3 4 പാസ്വേഡുകൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതല്ലേ ചെയ്യുന്നത്? ആണോ? എന്നാലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരു സിനാരിയോ വരുവാണെങ്കിൽ അർജൻറ്റാണ്, കണക്ട് ചെയ്യണം, തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? നിങ്ങൾ എന്ത് സ്ട്രാറ്റജിയാണ് അവിടെ ഉപയോഗിച്ചത്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ട്രയൽ ആൻഡ് എറർ സ്ട്രാറ്റജിയാണ് നിങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് വി ട്രൈ വൺ പോസിബിലിറ്റി ആഫ്റ്റർ അനദർ until we find the correct one. ശരിയല്ലേ? മറ്റൊരു പ്രോബ്ലം നോക്കാം. യു ആർ വിസിറ്റിംഗ് എ ന്യൂ സിറ്റി. നിങ്ങളൊരു ജോലി സംബന്ധമായിട്ടുള്ളോ അല്ലെ പഠന സംബന്ധമായിട്ടുള്ളോ എന്തെങ്കിലും കാര്യത്തിനാണ് അവിടെ പോയിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ച കഴിഞ്ഞ് യു ഹാവ് ഡിസൈഡഡ് ടു ഗോ ഫോർ എ മൂവി. അപ്പം നിങ്ങൾക്ക് അവിടെയുള്ള ആ സിറ്റിയിലുള്ള ഏറ്റവും നല്ലൊരു തിയേറ്റർ കണ്ടുപിടിക്കണം. നിങ്ങൾ എന്തോ ചെയ്യുന്നത്? ഒരിക്കലും നിങ്ങൾ ഓരോ തിയേറ്ററിലും പോയി നോക്കി അവിടുത്തെ സൗകര്യങ്ങളോ ഫെസിലിറ്റീസോ ഒന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. ഓരോ തിയേറ്റർ നിങ്ങൾ വിസിറ്റ് ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നാലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് തിങ്, ഒരു പക്ഷേ നിങ്ങൾ ആ സിറ്റിയുള്ള തിയേറ്ററുകളുടെ എല്ലാം ഗൂഗിൾ റിവ്യൂസ് നോക്കും, റേറ്റിംഗ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കും, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആ തിയേറ്ററിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് എന്തുവാണെന്ന് നോക്കും, എത്ര ഉണ്ടെന്ന് നോക്കും. അല്ലെങ്കിൽ ആ സിറ്റിയിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഫ്രണ്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ അവരെ ഫോൺ വിളിച്ച്
അവരുടെ സജഷൻസ് നിങ്ങൾ എടുക്കും, അല്ലേ? അപ്പം ഇങ്ങനെ ആ പ്രോബ്ലത്തിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഈ സ്ട്രാറ്റജിക്ക് എന്ത് പേര് വിളിക്കാം? ഓഫ് കോഴ്സ് ഹ്യൂറിസ്റ്റിക്സ്. അതായത് വി യൂസ് പ്രാക്ടിക്കൽ ഇൻഫർമേഷൻ ടു മേക്ക് എ ഗുഡ് ഡിസിഷൻ ക്വിക്ക്ലി. മനസ്സിലായില്ലേ? മറ്റൊരു പ്രോബ്ലം, നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുകയാണ് ആൻഡ് ആദ്യ അറ്റംപ്റ്റിൽ നിങ്ങളൊരു സർട്ടൻ സ്കോർ നേടി. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ആ സ്കോർ പോരാ, മേ ബി അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ വേണം. You see that there is a difference between the actual score and your targeted score. അപ്പം നിങ്ങൾ ആ ഡിഫറൻസ് കുറയ്ക്കണം. എന്ത് ചെയ്യും? നിങ്ങളൊരു ഡെയിലി സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യും. കൂടുതൽ ആ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യും. കണ്ടിന്യൂസ് റിവിഷൻസ് നടത്തും. ഇഫ് റിക്വയർഡ് ഏതെങ്കിലും ഒരു ഷോർട്ട് ടൈം കോഴ്സിനോ മറ്റോ നിങ്ങൾ ജോയിൻ ചെയ്ത് അങ്ങനത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ സ്ട്രാറ്റജിക്ക് എന്ത് പറയാം? മീൻസ് എൻഡ് അനാലിസിസ് നമ്മൾ പഠിച്ചല്ലേ? അതായത് we gradually reduce the gap between the current state and the goal. മനസ്സിലായില്ലേ? ഇനി മറ്റൊരു പ്രോബ്ലം നോക്കാം. നിങ്ങൾ അത്ര പരിചയമില്ലാത്ത ഒരു ഷോപ്പിംഗ് മാളിൽ പോയി. കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ടായിരുന്നു, പല ഫ്ലോർസിലായിട്ട്. നിങ്ങൾ ചെന്നപ്പോൾ എവിടെയോ അങ്ങ് പാർക്ക് ചെയ്തു. 2 മണിക്കൂർ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഒരു പിസയൊക്കെ കഴിച്ചു, തിരിച്ചു വന്നു. നിങ്ങൾ നിൽക്കുന്ന ഫ്ലോറിൽ പോയി നോക്കി കാർ അവിടെ ഉണ്ടോയെന്ന്. ഇറ്റ്സ് നോട്ട് ദെയർ. വാട്ട് ഡു യു ഡു? യു കം ബാക്ക്. മേ ബി അതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ, ലെവൽ 2-ലോ അതായത് അടുത്ത ഫ്ലോറിലോ മറ്റോ പോയി നോക്കും. അവിടെ ഇല്ലെങ്കിൽ again you come back and then you will go to the next level. അവസാനം നിങ്ങളുടെ കാറ് കണ്ടെത്തുന്നിടം വരെ ഇതേ എക്സസൈസ് തുടരും, അല്ലേ? ഈ സ്ട്രാറ്റജിക്ക് എന്താ പറയുന്നത്? ഓർമ്മയുണ്ടോ? ബാക്ക് ട്രാക്കിംഗ്. That is, when one path doesn't lead to the solution, you return and try another path. നമ്മളപ്പോൾ പഠിച്ച 4 സ്ട്രാറ്റജികൾക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള 4 എക്സാമ്പിൾ മനസ്സിലാക്കിയായിരുന്നു. അതായത് പ്രോബ്ലം പറഞ്ഞിട്ട് ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. Before we conclude, let's quickly go through all these with one more example for each case. നിങ്ങൾ പുതിയൊരു സ്ഥലത്തെത്തി, അവിടെ ഒരു ഗാർഡൻ കണ്ടു. താമസിക്കുന്നതിന് മുമ്പിലായിട്ട് റൂമിൽ കുറേ സ്വിച്ചസ് ഉണ്ട്. ആ ഗാർഡനിൽ ഒരു ലൈറ്റ് ഉണ്ട്, അത് ഓൺ ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിച്ച് സന്ധ്യയായപ്പോഴും എന്ത് ചെയ്യും? ആദ്യത്തെ സ്വിച്ച് ഓൺ ചെയ്യും. നടന്നില്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് അടുത്തൊന്ന് ട്രൈ ചെയ്യും, അടുത്ത ട്രൈ ചെയ്യും. എപ്പോഴും ഗാർഡനിലെ ലൈറ്റ് കത്തുന്നു അതുവരെ അത് തുടരും. വിച്ച് സ്ട്രാറ്റജി? ട്രയൽ ആൻഡ് എറർ.
അതേപോലെ നിങ്ങളൊരു ഓൺലൈൻ കോഴ്സ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം എവിടെ പോയി പഠിക്കണം? അപ്പോൾ നിങ്ങൾ തിരക്കുന്ന സ്ഥാപനങ്ങളുടെ റിവ്യൂസും റേറ്റിംഗ്സും അവരുടെ ക്വാളിറ്റി ഓഫ് ടീച്ചിങ്ങും കോസ്റ്റും ഇൻസ്ട്രക്ടറുടെ എക്സ്പീരിയൻസും ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നത്, അല്ലേ? ഹ്യൂറിസ്റ്റിക്സ് അപ്രോച്ച്, ശരിയല്ലേ? മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു 75 kg വെയിറ്റ് ഉണ്ട്. നിങ്ങൾക്കത് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരണം. മേ ബി 65 is your target. That is, your goal is 65 kg. So you reduce the difference gradually by maybe by walking daily, eating healthy food, exercising regularly, etc. Right? ഇതൊക്കെയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഏത് അപ്രോച്ചാണത്? മീൻസ് ആൻഡ് അനാലിസിസ്. മറ്റൊന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിലൊരു കൊച്ചുകുട്ടിയുണ്ട്. and the child is trying to solve a jigsaw puzzle. And the child sees that, okay, a piece doesn't fit. നിങ്ങൾ ആ ചൈൽഡിനെ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പീസ് എടുത്ത് അപ്ലൈ ചെയ്യും. If it doesn't work, the child takes it back and try with another piece and so on till the child finds the right one. അത് backtracking strategy. So don't get confused. In fact, backtracking is a specialized form of trial and error എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ ലാസ്റ്റിൽ പറഞ്ഞ എക്സാമ്പിളിൽ ജിക്സോ പസിലിൻ്റെ കേസിൽ ഒരു പീസ് വെച്ച് ട്രൈ ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഡസൻ ഫിറ്റ്, ട്രൈ വിത്ത് അനദർ വൺ. ഡസൻ ഫിറ്റ്, ദെൻ ട്രൈ വിത്ത് അനദർ വൺ. അങ്ങനെ പറയുവാണെങ്കിൽ നമുക്ക് അതിനെ ട്രയൽ ആൻഡ് എറർ എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ അല്ല, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. യു പ്ലേസ് എ പീസ്, suddenly you realize that the previous piece was wrong. So you remove that piece, go back and continue with a different piece. അതായത് ബാക്ക് ട്രാക്കിങ്ങിൻ്റെ കേസിൽ go back, undo a previous choice and then try another option. A key point മനസ്സിലായോ? You're backing out. Go back, undo a previous choice, then try with another option. അതാണ് ബാക്ക് ട്രാക്കിംഗ്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ നൗ. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഹൗ ടു അപ്ലൈ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് എന്നുള്ളതാണ്. ഒരു പ്രോബ്ലം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ച 4 സ്ട്രാറ്റജീസിൽ ഏത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടത്. നിങ്ങളുടെ സിസ്റ്റത്തിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ കോഡ് എഴുതാനായിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡും ഇൻസ്റ്റാൾ ചെയ്യുക. ഉടനെ തന്നെ നമ്മൾ കോഡിങ് തുടങ്ങുന്നതായിരിക്കും.
താങ്ക്സ് ഫോർ വാച്ചിങ്. See you in the next video. Happy learning.